നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിന് പുറത്തിരിക്കുമ്പോൾ എന്നെയും തന്നെയും പോലെ രണ്ടുപേരെ, നമ്മളെപ്പോലെ ഒരു കുഞ്ഞിന് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു വന്നവരാ. പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നായിരുന്നു റിപ്പോർട്ടില്. ആ വിവരം അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഭയങ്കര കരച്ചില്. ആ നിമിഷം മുതൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. എന്നെപ്പോലെ ഒരാളല്ലേ അയാളും. അതൊക്കെ ഓർത്തപ്പോ ഒരു സമാധാനമില്ലായ്മ, അത്രേ ഉള്ളൂ. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടി പോകുന്ന ഒത്തിരി പേരുണ്ട് സച്ചേട്ടാ. നമ്മളൊക്കെ അതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുക, ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ നമ്മളെപ്പോലെ എത്ര ആളുകളാവും ആഗ്രഹിക്കുന്നത്. അതിൽ ചിലർക്ക് ഈശ്വരന് ആ ഭാഗ്യം കൊടുക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ദൗർഭാഗ്യത്തിന്റെ പേരിൽ ഈശ്വരൻ നമ്മളെ പെടുത്തിയില്ലല്ലോ. അതിന് ഈശ്വരനോട് നന്ദി പറയണം. ഒന്നുകൂടി നമുക്ക് അമ്പലത്തിൽ ഒന്ന് പോകണം, ഒന്നിച്ച് തൊഴണം. നമുക്ക് ചെക്കപ്പിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ കരുതിയിരുന്ന കാര്യം അത്. ഞാനും സച്ചേട്ടന് പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടി ഈശ്വരൻ തന്നല്ലോ. എത്രയോ പേർക്ക് കിട്ടാത്ത ഭാഗ്യ നമുക്ക് കിട്ടിയത്. അതൊക്കെ ആലോചിച്ചാ സങ്കടപ്പെടാനേ നേരം കാണൂ. സച്ചേട്ടൻ വാ. അർച്ചന, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വെറുതെ ഒന്നും അറിയാനാ. ആ കുഞ്ഞുങ്ങളുണ്ടാവാത്ത പെൺകുട്ടിയുടെയും ആ പയ്യന്റെ അവസ്ഥ നമുക്കായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്താനെ? അങ്ങനൊരു സാഹചര്യം വന്നാ താൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു കുഞ്ഞ്? ആ അതെ. അപ്പോ ആ ആഗ്രഹം നിറവേറ്റി തരേണ്ടത് ഞാനും. എനിക്കും അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സച്ചേട്ടന്റെ ആഗ്രഹത്തിനാ ഞാൻ പ്രാധാന്യം കൊടുക്കുക. എന്റെ ജീവിതത്തിലാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ സച്ചേട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റാത്ത കാരണം ഞാൻ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേനെ. അല്ലെങ്കിൽ സച്ചേട്ടനെ വിട്ട് ഞാൻ എന്നേക്കുമായിട്ട് പോവും. പിന്നീട് ഒരിക്കലും മുമ്പിൽ വരാതെ എവിടെയെങ്കിലും ജീവിക്കുകയും ചെയ്യും. കാരണം സച്ചേട്ടനൊരു കുഞ്ഞെന്നുള്ള സ്വപ്നത്തിന് ഞാൻ തടസ്സമാണെങ്കിൽ ആ തടസ്സം മാറുന്നില്ല നല്ലത്. ആ കുറ്റബോധം കൊണ്ട് എത്ര ദിവസം എനിക്ക് സച്ചേട്ടനോടൊപ്പം തുടരാനാവും? ഇവിടുത്തെ അച്ഛനോട് നമ്മൾ എന്തു പറയും? അങ്ങനെ കുറെ പേരുടെ തകർച്ചയ്ക്ക് കാരണമായി ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഭേദം എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതല്ല നല്ലത്. അതല്ലേ എളുപ്പവും. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഇപ്പൊ സച്ചേട്ടന് ബോധ്യമായില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.